നമസ്കാരം. കലിയുഗ വരദനായ അയ്യപ്പനെ തൊട്ടു കളിച്ചപ്പോൾ കരുതിയില്ല ഇത്ര കടുപ്പമാകും തിരിച്ചടികൾ. കട്ടവരും കക്കാൻ കൂട്ടുനിന്നവരും കരുതിയില്ല അത്. നിരീശ്വരവാദമൊക്കെ വാദിക്കുവാനും സമർത്ഥിക്കുവാനും ഒക്കെ കൊള്ളാം. പക്ഷെ സാക്ഷാൽ അയ്യന്റെ മുന്നിൽ എടുക്കില്ല ഒരു നിരീശ്വരവാദം. അതുകൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞത്. എന്തായാലും കൂട്ടക്കക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് നൽകിയ തിരിച്ചടിയും ചെറുതല്ല. ഇപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 1.5 കോടി നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ പുറപ്പാട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്കുള്ള യാത്രയിൽ എങ്ങനെ ചെമ്പുപാളികളായി എന്ന അന്വേഷണമാണ് സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരിയെ കുടുക്കിയത്. ദേവസ്വം രേഖകളിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയെങ്കിലും സ്വർണമാണ് കൈമാറിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവ തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എത്തിയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ചെമ്പ് പാളികൾ എത്തിച്ച് സ്വർണം പൂശി നൽകാനായിരുന്നെങ്കിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ഇടപെടൽ വേണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം പിടിയിലായ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തെ സഹായിക്കാൻ എന്ന പേരിൽ സഹകരിച്ച് സ്മാർട്ട് ക്രിയേഷന്റെ ലക്ഷ്യം വഴിതെറ്റിക്കലായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. സ്മാർട്ട് ക്രിയേഷൻസും ശബരിമല ദേവസ്വം ബോർഡുമായുള്ള ഇടപെടൽ എല്ലാ കാലത്തും ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. ഈ ബന്ധം മറച്ചുവെക്കാനാണ് അവർ അന്വേഷണ സംഘത്തെ സഹായിക്കാനെത്തിയത്. സ്വർണം പൂശുന്നതിന് സ്മാർട്ട് ക്രിയേഷൻസിന് വൈദഗ്ധ്യമില്ലെന്ന് തിരുവാഭരണം കമ്മീഷണർ 2025 ജൂലൈ 30 എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇമെയിൽ ചെയ്തിരുന്നു. ദേവസ്വം ആസ്ഥാനത്ത് വെച്ച് സ്വർണം പൂശണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരുമായി ബന്ധപ്പെട്ടതിന് പിന്നാലെ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ വീണ്ടുമെത്തി. ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണം എന്ന നിലയിൽ ഇതിനുമുള്ള മൂല്യമാണ് കൊള്ളയടിക്ക് ഇവരെ പ്രേരിപ്പിച്ചത്. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന കണ്ടെത്തലാണ് എന്തായാലും ഇക്കാര്യത്തിൽ നിർണായകമായത്. ഇനിയും വരും ദിവസങ്ങൾ കാത്തിരുന്നു കാണാം കേസിലെ നിർണായകമായ വഴിത്തിരിവുകൾ.